വെറുതെ അക്ഷേപിച്ചു. രേഖണ്ട് പണ്ട് ശങ്കരാടി പറഞ്ഞ മറ്റേ രേഖ, ഇതാ രേഖ. എന്ത് രേഖയാണ്? അങ്ങനെയാണോ സ്വീകരിക്കേണ്ടത്? അതുകൊണ്ട് നിങ്ങൾ എന്ത് നിലപാട് സ്വീകരിക്കണമെന്നുള്ളത് നിങ്ങളാണ് തീരുമാനിക്കുക. കാരണം നിങ്ങളിപ്പോ പുറത്താണ്. ഇടതുപക്ഷവുമായി CPM-വുമായി നിങ്ങൾക്കൊരു ബന്ധവുമില്ല. ഞങ്ങളുടെ സഖാക്കൾ പോലീസ് സ്റ്റേഷനിൽ പോകാൻ പ്രയാസമുണ്ടെങ്കിൽ ഞങ്ങൾ തയ്ച്ചോളാം. മുമ്പൊക്കെ പോലീസ് സ്റ്റേഷനിൽ അനുഭവം ഓർമ്മയുള്ള ആളുകളെ ഞങ്ങളൊക്കെ എത്ര ആളുകളെ ഞങ്ങളുടെ പോലീസ് തല്ലിക്കൊന്നത്, എത്ര നേതാക്കന്മാരെയാണ് ഞങ്ങൾ പോലീസിനെ കണ്ട. പോലീസ് സ്റ്റേഷനിലെല്ലാം കമ്മ്യൂണിസ്റ്റ് പാർട്ടിയുടെ പാവപ്പെട്ട മനുഷ്യർക്ക് എന്തെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ, ഏതെങ്കിലും സർക്കാർ ഓഫീസുകൾ ആവശ്യമുണ്ടെങ്കിൽ, മറ്റേതെങ്കിലും കേന്ദ്രത്തിൽ ആവശ്യമുണ്ടെങ്കിൽ, അത് ന്യായമായ ആവശ്യമാണെങ്കിൽ ആ ന്യായമായ ആവശ്യം നേടിക്കൊടുക്കാൻ നിലമ്പൂരിലെ കമ്മ്യൂണിസ്റ്റ് പാർട്ടിക്ക് കരുത്തുണ്ട്. ഒരാളുടെ മോശനം വേണ്ട. അതൊക്കെ ഞങ്ങൾ നിർവഹിക്കും. ജനാധിപത്യത്തിൽ കുറച്ച് സ്വജനപക്ഷപാതം വേണം. ഒരു പുതിയ തിയറിയുമായി വന്നിരിക്കുന്നത്. ഇവിടെ ഈ ഗവൺമെന്റ് സ്ഥലം മാറ്റത്തിന് പോലും മാനദണ്ഡം നിശ്ചയിച്ച് ആർക്കാണോ അർഹത, രാഷ്ട്രീയ സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, സാമ്പത്തിക സ്വാധീനത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ബന്ധുബലത്തിന്റെ അടിസ്ഥാനത്തിലല്ല, ട്രാൻസ്ഫറുകൾ നടക്കേണ്ടത് അർഹതപ്പെട്ടവർക്ക്. ഇങ്ങനെ നീതി നടപ്പാക്കുക. നിങ്ങൾ കൂടി വോട്ട് ചെയ്ത ഗവൺമെന്റ്, നിങ്ങൾ കൂടി വോട്ട് ചെയ്ത നിയമനിർമ്മാണം, എല്ലാവർക്കും നീതി, സാമൂഹിക നീതി ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഗവൺമെന്റ് പോവുക. അപ്പൊ ഇന്നലെ പത്രസമ്മേളനം നടത്തി പറയാണ് അങ്ങനെയല്ല പോകേണ്ടത്, സ്വജനപക്ഷപാതം വേണം. ആ പൂതി മനസ്സിൽ വെച്ചാൽ മതി. ഈ സംസ്ഥാനത്തെ പാവപ്പെട്ട ജനങ്ങൾക്ക് നീതി ലഭിക്കാനാണ് ഗവൺമെന്റ് പ്രവർത്തിക്കുന്നത്. അതെല്ലാം തുടരും. ഞാനിപ്പോ വിശദീകരിക്കാൻ. ഈ പ്രതിഷേധങ്ങൾ തുടരേണ്ടി വരും. ഇനിയും പരസ്യമായ പ്രതികരണങ്ങൾ വന്നാൽ, പാർട്ടിയെ ആക്ഷേപിച്ചാൽ, ഈ സർക്കാരിനെയും നേതാക്കന്മാരെയും ആക്ഷേപിച്ചാൽ വസ്തുതകൾ നിരത്തി ജനങ്ങളെ ബോധ്യപ്പെടുത്തേണ്ടി വരും. വേറെ യുദ്ധപ്രഖ്യാപനമല്ല. ഏതായാലും ഇന്നലെ പ്രഖ്യാപിച്ച് രാജിവെക്കുന്നില്ല. വെക്കണ്ട, നടക്ക്. ഞങ്ങൾക്കൊരഭിപ്രായവുമില്ല. നിങ്ങൾക്ക് നിങ്ങളുടെ ഇഷ്ടം പോലെ നടക്കാം. പക്ഷെ എന്ത് പാടില്ല? CPM-ന്റെ നേതാക്കന്മാരെയും ഈ സർക്കാരിനെയും അടിസ്ഥാനരഹിതമായ ആക്ഷേപങ്ങൾ, അധിക്ഷേപങ്ങൾ പറഞ്ഞ് ആക്രമിക്കാൻ വരരുത്. ഞാൻ ഇതെല്ലാം അങ്ങോട്ട് ശരിയാക്കി കളയും. അത് വേണ്ട. നിങ്ങൾക്ക് നിങ്ങളുടെ വഴി, ഞങ്ങൾക്ക് ഞങ്ങളുടെ വഴി. ആ വഴിക്ക് അങ്ങ് പോയിക്കൊള്ളണം. തെറ്റ് തിരുത്തി നിൽക്കുന്നു എന്ന് വെക്കുക. അപ്പോഴല്ലേ ഇതാണ് നിലപാടെങ്കിൽ എങ്ങനെ യോജിക്കാൻ കഴിയും? എങ്ങനെ അംഗീകരിക്കാൻ കഴിയും? അതുകൊണ്ട് അത്തരത്തിലുള്ള ഉമ്മാക്കി കാണിച്ച നിലമ്പൂരിലെ കുഞ്ഞാലിയുടെ പ്രസ്ഥാനത്തെ ഭയപ്പെടുത്താൻ നോക്കരുത് എന്ന് മാത്രം അഭ്യർത്ഥിച്ചുകൊണ്ട് ഈ വിശദീകരണം ഇവിടെ അവസാനിപ്പിച്ച് ഈ പരിപാടി ഇവിടെ അവസാനിപ്പിക്കുന്നു. എല്ലാവർക്കും നന്ദി.